ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ ഫിഫ്ത്ത് മോഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മുടെ ഫിഫ്ത്ത് മോഡ്യൂളിൽ ഒരു ടോപ്പിക്കും കൂടെ പഠിപ്പിക്കാനുള്ളൂ. സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഫിഗർ നോക്കുക, നമ്മൾ എക്സാമിനൊന്നും ചോദിക്കത്തില്ല. ഈ ഫിഗർ ജസ്റ്റ് ഒരു കാര്യം പറയാനായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു ഫിഗറാണ്. ഇത് നമ്മുടെ കാറിൻ്റെ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എഞ്ചിനിൽ നിന്നുള്ള പവർ ഏതൊക്കെ കമ്പോണൻസിലൂടെ കയറിയാണ് അവസാനം ആ വീലിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ടയറിലേക്ക് എത്തുന്നത് എന്ന ആ ഒരു ഫ്ലോ ഓഫ് പവറിനെയാണ് ട്രാൻസ്മിഷൻ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു കാറിൻ്റെ ട്രാൻസ്മിഷൻ സിസ്റ്റമാണ്. കാറിൻ്റെ പവർ പിറകിലത്തെ വീലിലേക്കാണ് വരുന്നത് എന്ന കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു ഫിഗർ വരച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ കാറുകളെല്ലാം അങ്ങനെയല്ല. ഇപ്പോഴത്തെ മിക്ക കാറുകളിലും ഫ്രണ്ട് വീലിലോട്ടാണ് ഡ്രൈവ് പോകുന്നത്. പക്ഷേ ഇവിടെ ഇപ്പം റിയൽ വീലിലോട്ടാണ് ഡ്രൈവ് പോകുന്നത് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ലോറി അല്ലെങ്കിൽ ബസ്സിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ ഇങ്ങനെയാണെന്ന് പറയാം. ബസ്സിലും ലോറിയിലും എല്ലാം റിയൽ വീലിലോട്ടാണ് പവർ പോകുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ബസ്സിൻ്റെയോ ലോറിയുടെയോ ട്രാൻസ്മിഷൻ സിസ്റ്റം ആയിട്ട് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത് എൻജിൻ എന്ന് പറയുന്ന ഡിവൈസ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. ഇതിലാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാർട്ടാണ് എൻജിൻ എന്ന് പറയുന്നത്. ഇതാണ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. ഈ ഗിയർ ബോക്സിൽ അനുസരിച്ചാണ് ടോർക്കിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഫസ്റ്റ് ഗിയറിലിട്ടാൽ ഏറ്റവും കൂടുതൽ ടോർക്കായിരിക്കും, അതായത് ഏറ്റവും കൂടുതൽ പുള്ളിങ് പവർ വരുന്നത് ഫസ്റ്റ് ഗിയറിലായിരിക്കും. സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, വണ്ടിയുടെ സ്പീഡ് കൂടും തോറും അതിൻ്റെ ഗിയർ കൂട്ടിക്കൊണ്ടിരിക്കും. 1 എന്നുള്ളത് 2 ആവും, 3 ആവും, 4 ആവും, 5 ആവും. മാത്രമല്ല റിവേഴ്സ് ഗിയർ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഈ ഗിയർ ബോക്സ് എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിച്ചാണ്. ആ ഗിയർ ബോക്സിൽ നിന്നാണ് പവർ ഈ ഡ്രൈവ് ഷാഫ്റ്റ് വഴി ഡിഫറൻഷ്യൽ എന്ന് പറയുന്ന കമ്പോണൻറ്റിലോട്ട് എത്തുന്നത്. ഈ ഡിഫറൻഷ്യലിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഞാനിപ്പം പറയുന്നില്ല, അത് ഒരുപാട് കൺഫ്യൂസിങ് ആണ്. നമുക്കതിൻ്റെ വർക്കിംഗ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. ഡിഫറൻഷ്യലിൽ നിന്ന് റിയർ വീലിലോട്ട് പവർ പോകും. അപ്പോൾ ഇങ്ങനെയാണ് പവർ എഞ്ചിനിൽ നിന്ന് പിറകിലത്തെ വീലിലേക്ക് പവർ എത്തുന്ന ആ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. ഇത് ഇവിടെ ഡ്രൈവ് ഷാഫ്റ്റ് എന്നോ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്നോ ആണ് ഈ ഒരു കമ്പോണൻറ്റിനെ പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഗിയർ ബോക്സിൽ നിന്നും പിറകിലത്തെ വീല് വരെ പവർ എത്തിക്കാൻ വേണ്ടിയുള്ള, അത്രയും ലെന്തിൽ ഹെവി പവർ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു കമ്പോണൻ്റാണ് അല്ലെങ്കിൽ എലമെൻ്റാണ് ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ലോറിയിലും ബസ്സിലും ഒക്കെ നമുക്കിത് കാണാനൊക്കും. ലോറിയുടെ ബസ്സിൻ്റെ അടിയിൽ നോക്കിയാണെങ്കിൽ ഇങ്ങനെ വളരെ നീളത്തിലുള്ള ഷാഫ്റ്റ് പോകുന്നത് കാണാം ഗിയർ ബോക്സിൽ നിന്ന് പിറകിലത്തെ വീലിലോട്ട്. അതിനാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ എൻജിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും നടുക്കായിട്ട് അതിൻ്റെ ഇടയിലായിട്ട് വരുന്ന ഒരു ഡിവൈസാണ് ക്ലച്ച് എന്ന് പറയുന്നത്. ഈ ക്ലച്ച് എന്ന ആ ഡിവൈസ് നമ്മുടെ കാറിലും ബൈക്കിലൊക്കെ ഉണ്ട്. നിങ്ങൾ ബൈക്ക് ഓടിക്കുന്ന അല്ലെങ്കിൽ കാർ ഓടിക്കുന്നതാണെങ്കിൽ തീർച്ചയായും ഈ ക്ലച്ചിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാം. നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ടായിരിക്കും ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത്. കാറിലാണെങ്കിൽ ക്ലച്ച് ചവിട്ടും എന്ന് പറയും, ബൈക്കിലാണെങ്കിൽ ക്ലച്ച് പിടിക്കും എന്ന് പറയും. അപ്പോൾ എന്തായിരുന്നാലും ക്ലച്ച് ചവിട്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ക്ലച്ച് എൻഗേജ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഗിയർ ഷിഫ്റ്റിംഗ് നടത്തുന്നത്. നമ്മൾ ക്ലച്ച് എൻഗേജ് ചെയ്യുന്നു എന്ന് സാധാരണ രീതിയിലും പറയും, പക്ഷേ ആക്ച്വലി അതല്ല നടക്കുന്നത്. എന്നാലും അപ്പം ക്ലച്ച് ചവിട്ടിയിട്ടായിരിക്കും നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ക്ലച്ച് ചവിട്ടാതെ ഗിയർ ഷിഫ്റ്റ് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ക്ലച്ച് ചവിട്ടാതെ ആ ഗിയർ, വണ്ടി ഓടിക്കൊണ്ടിരിക്കെ വണ്ടിയുടെ ഗിയർ അതിൻ്റെ ലിവർ പിടിച്ച് മൂവ് ചെയ്യണമെങ്കിൽ ഒരു ജെർക്കിംഗ് സൗണ്ട് കേൾക്കും, ഒരു വലിയൊരു കറകട അടിക്കുന്ന ഒരു സൗണ്ട് കേൾക്കും. വളരെ വലിയ, നല്ല ആവശ്യത്തിന് വലിയ ഒരു സൗണ്ട് തന്നെയായിരിക്കും അടിക്കുന്നത്. അപ്പോൾ ആ സൗണ്ട് ഉണ്ടാകുന്നത് ഗിയർ ബോക്സിലാണ് ഉണ്ടാകുന്നത്. നമ്മൾ ക്ലച്ച് ചവിട്ടാതെ ഗിയർ ബോക്സിലുള്ള ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ള ലിവർ പിടിച്ച് ചേഞ്ച് ചെയ്യണമെങ്കിൽ, മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു കടകട അടിക്കുന്ന ഒരു സൗണ്ട് കേൾക്കുക. സംഭവം എന്തെന്ന് വെച്ചാൽ ഗിയർ ബോക്സിൻ്റെ അകത്തുള്ള ഗിയേഴ്സ് തമ്മിൽ ഇടിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. അത് കൂടുതൽ നമ്മൾ പിന്നെയും അതിനെ ഗിയർ ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കിയാൽ, ക്ലച്ച് ചവിട്ടാതെ തന്നെ പിന്നെയും ഗിയർ ചേഞ്ച് ചെയ്യാതെ നോക്കുകയാണെങ്കിൽ ചിലപ്പം ഗിയർ ബോക്സിൻ്റെ അകത്തുള്ള ഗിയേഴ്സ് പൊട്ടിപ്പോകാനായിട്ടുള്ള, ഫിസിക്കലായിട്ട് ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരുപാട് ഗിയേഴ്സ് ഉണ്ട്. ആ ഗിയേഴ്സിൻ്റെ ടീത്ത് ഡാമേജ് ആവാനുള്ള ചാൻസൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലച്ച് ചവിട്ടാതെ അല്ലെങ്കിൽ ക്ലച്ച് പിടിക്കാതെ ഒരിക്കലും നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1-2 തവണ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോഴത്തേക്കും വണ്ടിക്ക് ഗിയർ ബോക്സിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. അപ്പം ക്ലച്ച് നമ്മൾ ചവിട്ടിയിട്ടായിരിക്കും ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത്. അല്ല എങ്കിൽ വളരെ എന്തെങ്കിലും ഇടിക്കുന്ന, 2 ഗിയേഴ്സൊക്കെ തമ്മിൽ ഇടിക്കുന്ന ഒരു സൗണ്ടായിരിക്കും അത് അവിടെ വരുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ഗിയർ തമ്മിൽ ഇടിക്കുന്നതാണ്. ആ സംഭവം എന്തെന്ന് വെച്ചാൽ ഈ ക്ലച്ച് ചവിട്ടുമ്പോൾ നടക്കുന്ന ഫംഗ്ഷൻ എന്തെന്ന് വെച്ചാൽ എൻജിനിൽ നിന്നുള്ള പവർ ഗിയർ ബോക്സിൽ എത്തുന്നതിനെ ഒന്ന് വിഡ്രോ ചെയ്യും. അതായത് എൻജിനിൽ നിന്നുള്ള പവറിനെ ഒന്ന് വിഡ്രോ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത്. ക്ലച്ച് ചവിട്ടുമ്പോൾ എൻജിനിൽ നിന്നുള്ള പവർ ഗിയർ ബോക്സിൽ എത്തത്തില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ക്ലച്ച് ചവിട്ടുന്നത്. ക്ലച്ച് ചവിട്ടപ്പോൾ എൻജിനിൽ നിന്നുള്ള പവർ ഗിയർ ബോക്സിൽ എത്തത്തില്ല. അതിൻ്റെ അകത്തുള്ള ഗിയേഴ്സ് ഫ്രീ ആയിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്.
ഈ ഗിയർ ബോക്സിൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഗിയർ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്നത് കുറച്ച് സെറ്റ് ഓഫ് ഗിയേഴ്സിനെ വേറെ ഒരു സെറ്റ് ഓഫ് ഗിയേഴ്സിലോട്ട് കൊണ്ട് ചേർത്ത് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ആക്ച്വലി ഈ ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന. ഒരു സെറ്റ് ഓഫ് ഗിയേഴ്സിനെ വേറൊരു സെറ്റ് ഓഫ് ഗിയേഴ്സിലോട്ട് കൊണ്ട് ചേർത്ത് കൊടുക്കുക, അതായത് മെഷ് ചെയ്ത് കൊടുക്കുക. അതാണ് ഗിയർ ഷിഫ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ആ ഗിയർ ബോക്സിൻ്റെ അകത്ത് നടക്കുന്നത്. അപ്പോൾ എഞ്ചിനിൽ നിന്നുള്ള പവർ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ഗിയർ ഷിഫ്റ്റിംഗ് നടക്കുന്നതെങ്കിൽ, എഞ്ചിനിൽ നിന്നുള്ള പവർ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ സെറ്റ് ഓഫ് ഗിയേഴ്സിനെ കൊണ്ട് വേറൊരു സെറ്റ് ഓഫ് ഗിയേഴ്സിനോട്ട് കൊണ്ട് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അവിടെ സ്മൂത്തായിട്ട് അത് തമ്മിൽ മെഷ് ആവത്തില്ല. അപ്പോഴാണ് ഈ ഗിയേഴ്സ് തമ്മിൽ ഇടിക്കുന്നതും അത് തമ്മിൽ ഇടിച്ച് ടീത്തുകൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ വരുന്ന അപ്പോഴാണ്. അപ്പോൾ എഞ്ചിനിൽ നിന്നുള്ള പവർ ഗിയർ ബോക്സിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ സെറ്റ് ഓഫ് ഗിയേഴ്സിനെ കൊണ്ട് വേറെ സെറ്റ് ഓഫ് ഗിയേഴ്സിനോട് കൊണ്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിലാണ് ആ ഗിയേഴ്സ് തമ്മിലിടിക്കുന്നത്. പക്ഷേ എഞ്ചിനിൽ നിന്നുള്ള പവർ വിഡ്രോ ചെയ്തിട്ടാണ് എങ്കിൽ, എഞ്ചിനിൽ നിന്നുള്ള പവർ ഗിയർ ബോക്സിലെത്താതെ അത് വിഡ്രോ ചെയ്തിട്ടാണ് എങ്കിൽ, അതായത് ടെമ്പററി ആയിട്ട് അതൊന്ന് കട്ട് ചെയ്ത് എഞ്ചിനിൽ നിന്നുള്ള പവർ ഗിയർ ബോക്സിലോട്ട് എത്തുന്നതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിനിൽ നിന്നുള്ള പവർ ഗിയർ ബോക്സിലെത്താതെ അവിടെ വെച്ചൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഗിയേഴ്സ് ഫ്രീ ആയിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. എഞ്ചിനിൽ നിന്നുള്ള പവർ വെച്ചിട്ടല്ല റൊട്ടേറ്റ് ചെയ്യുന്നത്, അല്ലാതെ ഗിയർ ബോക്സിൻ്റെ അകത്തുള്ള ഗിയേഴ്സ് കുറച്ച് ഫ്രീ ആയിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സെറ്റ് ഓഫ് ഗിയേഴ്സിനെ വേറെ സെറ്റ് ഓഫ് ഗിയേഴ്സിലോട്ട് കൊണ്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് അതങ്ങ് ട്രാൻസ്മിറ്റ് ആയിക്കോളും. വളരെ സ്മൂത്തായിട്ട് ആ ഒരു ട്രാൻസിഷൻ അങ്ങ് നടക്കും. വളരെ സ്മൂത്തായിട്ട് ആ ഗിയേഴ്സ് തമ്മിൽ അങ്ങ് മെഷർ ആയിക്കോളും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് എഞ്ചിനിൽ നിന്നുള്ള പവർ ഗിയർ ബോക്സിലെത്താതെ അതൊന്ന് കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത സമയത്ത് ആയിരിക്കണം നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഗിയേഴ്സ് ഫ്രീ ആയിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗിയേഴ്സിനെ കൊണ്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് സ്മൂത്തായിട്ട് അതങ്ങ് മെഷ് ആയിക്കോളും. അപ്പോൾ അങ്ങനെ എഞ്ചിനിൽ നിന്നുള്ള പവർ കുറച്ച് നേരത്തേക്കൊന്ന് കട്ട് ചെയ്യാനായിട്ട്, കുറച്ച് നേരത്തേക്കൊന്ന് വിഡ്രോ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്ലച്ചിനെ ചവിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ക്ലച്ച് ചവിട്ടുമ്പോൾ എഞ്ചിനിൽ നിന്നുള്ള പവർ ആ സമയത്ത് ക്ലച്ച് ചവിട്ടുന്ന ആ സമയം അത് ഡിസെൻഗേജ് ചെയ്യുക, അല്ലെങ്കിൽ ആ സമയത്തേക്ക് ഒന്ന് വിഡ്രോ ചെയ്യും. പിന്നെ ഗിയർ ബോക്സിലോട്ട് ആ സമയത്ത് പവർ എത്തുന്നില്ല. അപ്പോൾ ആ സമയത്തായിരിക്കും നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതും. ഗിയർ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ക്ലച്ച് പെഡലിൽ നിന്ന് പതുക്കെ കാലെടുക്കും. അപ്പം വീണ്ടും അതിൽ നിന്നുള്ള എഞ്ചിനിൽ നിന്നുള്ള പവർ ഗിയർ ബോക്സിൽ എത്തിക്കൊണ്ടിരിക്കും. അപ്പം എഞ്ചിനിൽ നിന്നുള്ള പവർ, എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള കണക്ഷൻ ഒന്ന് വിഡ്രോ ചെയ്യാൻ, അല്ലെങ്കിൽ എഞ്ചിനിൽ നിന്ന് ഗിയർ ബോക്സിലോട്ടുള്ള കണക്ഷൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ക്ലച്ച് എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിക്കുന്നത്. ഓട്ടോമൊബൈലിലാണെങ്കിൽ ഈ സമയത്താണ് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ക്ലച്ച് ചവിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലച്ച് പിടിക്കുന്നത് ഗിയർ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയാണ്. അപ്പോൾ എന്തിനാണ് ക്ലച്ച് എന്ന് മനസ്സിലായല്ലോ. ക്ലച്ച് എന്ന് പറയുന്നത് എഞ്ചിനിൽ നിന്നുള്ള പവർ ഗിയർ ബോക്സിൽ എത്തുന്നതിനെ ഒന്ന് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടൊന്ന് വിഡ്രോ ചെയ്യാനോ വേണ്ടിയാണ് ഈ ക്ലച്ച് എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ക്ലച്ച് എന്ന് പറയുന്നത് പല ടൈപ്പ് ഓഫ് ക്ലച്ചുണ്ട്. സിംഗിൾ പ്ലേറ്റ് ക്ലച്ചുണ്ട്, മൾട്ടി പ്ലേറ്റ് ക്ലച്ചുണ്ട്, കോൺ ക്ലച്ചുണ്ട്. ഈ സാധാരണ ഈ കോൺ ക്ലച്ച് എന്നുള്ളത് ഈ ഓട്ടോമൊബൈൽസിൽ ഉപയോഗിക്കാറില്ല. കോൺ ക്ലച്ച് എന്ന് പറഞ്ഞാൽ സാധാരണ വളരെ ലോ പവർ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിലാണ് ഈ കോൺ ക്ലച്ച് ഉപയോഗിക്കുന്നത്. അത് സാധാരണ ഈ സ്റ്റേഷനറി എൻജിൻസിലൊക്കെയാണ് കോൺ ക്ലച്ച് ഉപയോഗിക്കുന്നത്. നമ്മുടെ വെഹിക്കിൾസിലൊന്നും അധികം കോൺ ക്ലച്ച് യൂസ് ചെയ്യാറില്ല. വെഹിക്കിൾസിൽ ഈ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്, മൾട്ടി പ്ലേറ്റ് ക്ലച്ച് ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ കാണുന്നതാണ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെ ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത്. എക്സാമിന് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് എന്ന് ചോദിച്ചാൽ വരയ്ക്കേണ്ട ഫിഗറാണ് ഇത്. 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ ഫിഗർ വരയ്ക്കുമ്പോൾ തന്നെ ഒരു 5 മാർക്സിനുള്ളതാവും. ബാക്കി എഴുതാനുള്ളത് നോട്ട്സ് ഞാൻ തരാം, സിമ്പിളായിട്ടുള്ള നോട്ട്സ്. ബെഞ്ചമിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെക്കാളും സിമ്പിളായിട്ടുള്ള നോട്ട്സ് ഞാൻ തരാം. അപ്പോൾ ഇതാണ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇങ്ങനെ ക്ലച്ച് ബേസിക്കലി 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്, മൾട്ടി പ്ലേറ്റ് ക്ലച്ച്, പിന്നെ കോൺ ക്ലച്ച്. നമ്മുടെ വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നത് ഈ പ്ലേറ്റ് ക്ലച്ചസ് ആണ് വെഹിക്കിൾസ് സാധാരണ യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ബൈക്കുകളിലാണ് സാധാരണ ഈ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് യൂസ് ചെയ്യുന്നത്. കാരണം ബൈക്സ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞ പവറാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതായത് ബസ്സും ലോറിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന കുറഞ്ഞ പവറേ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഈ ബൈക്സിലൊക്കെ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതേസമയം കാറിലും ലോറിയിലും ബസ്സിലും ഒക്കെ ആണെങ്കിൽ കൂടുതൽ പവർ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിംഗിൾ പ്ലേറ്റ് മതിയാവത്തില്ല, അതിന് മൾട്ടി പ്ലേറ്റ് കാണും. അതായത് ഒന്നിൽ കൂടുതൽ ക്ലച്ച് പ്ലേറ്റ് അതിൽ കാണും. അങ്ങനെ ഒന്നിൽ കൂടുതൽ ക്ലച്ച് പ്ലേറ്റ് ഉപയോഗിച്ചായിരിക്കും അതിൽ എഞ്ചിനിൽ നിന്നുള്ള പവർ ഗിയർ ബോക്സിലോട്ട് എത്തുന്നത്. അപ്പോൾ അതിനെ മൾട്ടി പ്ലേറ്റ് ക്ലച്ച് എന്ന് പറയും. മൾട്ടി പ്ലേറ്റ് ക്ലച്ച് നമുക്ക് പഠിക്കാനില്ല, നമുക്ക് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതാണ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. അതിൽ ഈ ക്ലച്ച് പ്ലേറ്റ് എന്ന് പറയുന്ന ആ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ നടുക്ക് കാണുന്ന ഈ ഒരു ഡിസ്കിനെയാണ് ക്ലച്ച് പ്ലേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൽ ബേസിക്കലി 3 കമ്പോണൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ആദ്യത്തെ കമ്പോണൻ്റ് പേര് ഈ ഫ്ലൈ വീല്, രണ്ടാമത്തെ കമ്പോണൻ്റാണ് ഞാനിപ്പോൾ പറഞ്ഞ ക്ലച്ച് പ്ലേറ്റ്, മൂന്നാമത്തെ കമ്പോണൻ്റ് പ്രഷർ പ്ലേറ്റ്. അങ്ങനെ ഈ 3 കമ്പോണൻസ് ആണ് ബേസിക്കലി ഉള്ളത്.
ഇതിനെ ഈ ഒരു ഷാഫ്റ്റിനെ ഡ്രൈവിംഗ് ഷാഫ്റ്റ് എന്ന് പറയും. അത് എഞ്ചിനിൽ നിന്ന് വരുന്ന പവറിനെയാണ്, എഞ്ചിനിൽ നിന്ന് വരുന്ന ഷാഫ്റ്റിനെയാണ് ഡ്രൈവിംഗ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഡ്രിവൺ ഷാഫ്റ്റ്. ഈ ഡ്രിവൺ ഷാഫ്റ്റ് ഈ ഷാഫ്റ്റ് ഉപയോഗിച്ചാണ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനെ ഡ്രൈവിംഗ് ഷാഫ്റ്റ് എന്ന് പറയും, ഇതിനെ ഡ്രിവൺ ഷാഫ്റ്റ് എന്ന് പറയും. ഈ ഡ്രിവൺ ഷാഫ്റ്റിൻ്റെ കണക്ഷനാണ് നേരെ ഗിയർ ബോക്സിലോട്ട് പോകുന്നത്. അപ്പോൾ ഡ്രിവൺ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സിലോട്ട് പോകുന്ന ഷാഫ്റ്റും ഡ്രൈവിംഗ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എഞ്ചിനിൽ നിന്ന് വരുന്ന ഷാഫ്റ്റും. ഈ രണ്ട് ഷാഫ്റ്റും തമ്മിൽ ഡയറക്റ്റ് കണക്ഷനൊന്നുമില്ല, ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഒന്നും വരുന്നില്ല. ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം, ഈ ഷാഫ്റ്റ് ഇവിടെ ടച്ച് ചെയ്തിട്ടില്ല, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായത് ഈ ഡ്രൈവിംഗ് ഷാഫ്റ്റും ഡ്രിവൺ ഷാഫ്റ്റും തമ്മിൽ നേരിട്ട് കോണ്ടാക്റ്റ് വരുന്നില്ല. പക്ഷേ ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ നിന്നും ഡ്രിവൺ ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം. അതായത് ഇതിൻ്റെ റൊട്ടേഷൻ, ഡ്രൈവിംഗ് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പം സെയിം റൊട്ടേഷൻ തന്നെ ഡ്രിവൺ ഷാഫ്റ്റിലും എത്തണം. അപ്പോൾ അങ്ങനെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഈ ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ നിന്നും ഡ്രിവൺ ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ക്ലച്ച് എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്യുന്നത്. തൽക്കാലം അങ്ങനെ തന്നെ കേൾക്കുക. അപ്പോൾ ഇവിടെ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെ ഫിഗറാണ് കാണിച്ചിരുന്നത്. സിംഗിൾ പ്ലേറ്റ് എന്ന് പറയാൻ കാര്യം ഈ ക്ലച്ച് പ്ലേറ്റ് എന്ന് പറയുന്ന ആ പ്ലേറ്റ്, ആ ഡിസ്ക് ഒരെണ്ണമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് എന്ന് പറയും. അപ്പോൾ ഇത് ഡ്രൈവിംഗ് ഷാഫ്റ്റ്, ഇത് ഡ്രിവൺ ഷാഫ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 കമ്പോണൻസാണ് മെയിനായിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ കമ്പോണൻ്റായ ഈ ഫ്ലൈ വീൽ എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഈ ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ കൊണ്ട് ഫിക്സ് ചെയ്തിരിക്കും. ഡ്രൈവിംഗ് ഷാഫ്റ്റിലെ എൻഡിലായിരിക്കും ഈ ഫ്ലൈ വീൽ എന്ന് പറയുന്ന കമ്പോണൻറ്റ്, അതൊരു ഡിസ്ക്കാണ്. ആ ഫ്ലൈ വീൽ എന്ന് പറയുന്ന ആ ഡിസ്ക് കൊണ്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഡ്രൈവിംഗ് ഷാഫ്റ്റിൻ്റെ എൻഡിൽ. ഈ ഡ്രൈവിംഗ് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതേ സെയിം RPM തന്നെ, സെയിം സ്പീഡിൽ തന്നെ ഈ ഫ്ലൈ വീലും റൊട്ടേറ്റ് ചെയ്യും. കാരണം ഡ്രൈവിംഗ് ഷാഫ്റ്റിൻ്റെ എൻഡിൽ കൊണ്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഡ്രൈവിംഗ് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഫ്ലൈ വീലും റൊട്ടേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ക്ലച്ച് പ്ലേറ്റ് എന്ന് പറയുന്ന ഡിസ്കും പിന്നെ പ്രഷർ പ്ലേറ്റ് എന്ന് പറയുന്ന ആ കമ്പോണൻറ്റും ഷേപ്പ് ഏകദേശം ഡിസ്ക് പോലെ തന്നെയാണ്. അപ്പോൾ ഈ ക്ലച്ച് പ്ലേറ്റും പ്രഷർ പ്ലേറ്റും ഇത് രണ്ടും ഈ ഡ്രിവൺ ഷാഫ്റ്റ്, ഡ്രൈവിംഗ് ഷാഫ്റ്റല്ല, ഇത് ഡ്രിവൺ ഷാഫ്റ്റിലാണ് കൊണ്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ ക്ലച്ച് പ്ലേറ്റും ഈ പ്രഷർ പ്ലേറ്റും ഡ്രിവൺ ഷാഫ്റ്റിലാണ് കൊണ്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇതിൻ്റെ റൊട്ടേഷൻ ലോക്ക്ഡാണ്. ഈ രണ്ട് കമ്പോണൻസിൻ്റെ റൊട്ടേഷൻ ഈ ഡ്രിവൺ ഷാഫ്റ്റുമായിട്ട് ലോക്ക്ഡാണ്. അതായത് ക്ലച്ച് പ്ലേറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഡ്രിവൺ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. പ്രഷർ പ്ലേറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ തന്നെ ഡ്രിവൺ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. അതുകൊണ്ട് അതിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്ന ഡ്രിവൺ ഷാഫ്റ്റുമായിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ക്ലച്ച് പ്ലേറ്റിനും പ്രഷർ പ്ലേറ്റിനും സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഈ ഡ്രിവൺ ഷാഫ്റ്റിൽ കിടന്ന് ഹൊറിസോണ്ടലി ഈ ആക്സിസ്, ഡ്രിവൺ ഷാഫ്റ്റിൻ്റെ ആക്സിസിന് ഹൊറിസോണ്ടലായിട്ട് ഇതിന് സ്ലൈഡ് ചെയ്യാനൊക്കും. അതായത് ഈ ക്ലച്ച് പ്ലേറ്റിനും പ്രഷർ പ്ലേറ്റിനും ഈ റൈറ്റ് സൈഡിലോട്ടും അത് കഴിഞ്ഞ് അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടും സ്ലൈഡ് ചെയ്യാനുള്ള ആ ഒരു മൂവ്മെൻറ്റ് ഫ്രീ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ ക്ലച്ച് പ്ലേറ്റും പ്രഷർ പ്ലേറ്റിനും റൊട്ടേറ്റ് ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഈ ഡ്രിവൺ ഷാഫ്റ്റിനും കൂടെ റൊട്ടേറ്റ് ചെയ്യും. പക്ഷേ സ്ലൈഡ് ചെയ്യുന്നെങ്കിൽ അത് ഫ്രീ ആയിട്ടുള്ള മോഷനാണ്, അതിന് ഫ്രീ ആയിട്ട് സ്ലൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെന്ന് പറയുന്ന ഒരു സ്പ്രിങ് ആണ്. ഈ സ്പ്രിങ് എന്ന് പറയുന്ന എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന സ്പ്രിങ് ആണ്. അതായത് അതിൻ്റെ നോർമൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ, അതായത് നോർമൽ പൊസിഷൻ, സാധാരണ വർക്കിംഗ് കണ്ടീഷനുള്ള പൊസിഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡഡ് ഫോമാണ്. എക്സ്പാൻഡഡ് ഫോം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്തിരിക്കും. അതിനെ പിന്നെ നമുക്ക് വേണമെങ്കിൽ കംപ്രസ് ചെയ്യാം. ഫോഴ്സ് അപ്ലൈ ചെയ്ത്, കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഈ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന സ്പ്രിങ് ആണ് ഈ കാണിച്ചിരിക്കുന്ന സ്പ്രിങ് എന്ന് പറഞ്ഞാൽ. ഈ നോർമലായിട്ടുള്ള വർക്കിംഗ് സമയത്ത്, അതായത് നമ്മൾ ക്ലച്ചൊന്നും ചവിട്ടിയിട്ടില്ല, വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വണ്ടി നല്ല സഫിഷ്യൻറ്റ് സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ക്ലച്ചൊന്നും നമ്മൾ ചവിട്ടിയിട്ടില്ല, ക്ലച്ചൊന്നും പിടിച്ചിട്ടില്ല, അങ്ങനെ വണ്ടി നോർമൽ കണ്ടീഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ 3 പ്ലേറ്റും ജോയിൻ ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഈ 3 പ്ലേറ്റും കൂടെ ഒരുമിച്ച് സോളിഡായിട്ട് ജോയിൻറ്റ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് ഈ ഡ്രൈവിംഗ് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പം അതേ സെയിം സ്പീഡിൽ തന്നെ ഡ്രിവൺ ഷാഫ്റ്റും കൂടെ റൊട്ടേറ്റ് ആവുന്നത്. അതിൻ്റെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ ഈ 3 പ്ലേറ്റും കൂടെ വണ്ടി സാധാരണ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, ക്ലച്ചൊന്നും ചവിട്ടാത്ത സമയത്ത് സാധാരണ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ 3 പ്ലേറ്റും കൂടെ ഒരുമിച്ചായിരിക്കും എന്ന് പറഞ്ഞു. സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ സ്പ്രിങ് എന്ന് പറയുന്നത് അത് എക്സ്പാൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഇതിൻ്റെ നോർമൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എക്സ്പാൻഡഡ് ഫോമാണ്. അങ്ങനെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത് ആ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് കാരണം ഈ പ്രഷർ പ്ലേറ്റ് അത് ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. കാരണം സ്പ്രിങ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ പ്രഷർ പ്ലേറ്റ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുമല്ലോ. അത് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്ത് ഈ ക്ലച്ച് പ്ലേറ്റിനെയും കൂടെ ചേർത്ത് ഈ ഫ്ലൈ വീലിൽ പുഷ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് സ്പ്രിങ് എക്സ്പാൻഡ് ചെയ്തതെന്ന് പറഞ്ഞത്. സ്പ്രിങ് എക്സ്പാൻഡ് ചെയ്ത് തന്നെയായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ സ്പ്രിങ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ പ്രഷർ പ്ലേറ്റ് അത് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്ത് ഈ ക്ലച്ച് പ്ലേറ്റിനെയും കൂടെ ചേർത്ത് ഈ ഫ്ലൈ വീല് പുഷ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കും. ഈ ക്ലച്ച് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 സൈഡിലും, ഈ ക്ലച്ച് പ്ലേറ്റ് എന്ന് പറയുന്ന ഡിസ്കിൻ്റെ 2 സൈഡിലും ഫ്രിക്ഷൻ ലൈനിങ് ഉണ്ട്. ഫ്രിക്ഷൻ ലൈനിങ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയലിൻ്റെ ഒരു കോട്ടിങ് ഈ ക്ലച്ച് പ്ലേറ്റിൻ്റെ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്, അതായത്
പവർ ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ നിന്ന് ഡ്രിവൺ ഷാഫ്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് മൂലമാണ്. അങ്ങനെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് മൂലം ഉപയോഗിച്ചാണ് ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ നിന്ന് ഡ്രിവൺ ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലച്ച് പ്ലേറ്റിൻ്റെ രണ്ട് സൈഡിലും ഫ്രിക്ഷൻ ലൈനിങ് കൊടുത്തിട്ടുണ്ട്, അതായത് ഫ്രിക്ഷൻ്റെ ഒരു കോട്ടിങ്. അതായത് സാധാരണ ഈ ലെതറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാബ്രിക്കോ അങ്ങനെ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് കൂടിയ എന്തെങ്കിലും മെറ്റീരിയലിൻ്റെ നല്ല തിക്നെസ്സിലുള്ള ഒരു ലെയർ ഈ ക്ലച്ച് പ്ലേറ്റിൻ്റെ രണ്ട് സൈഡിലും കൊടുത്തിരിക്കും. അപ്പോൾ ഈ പ്രഷർ പ്ലേറ്റ് ഇങ്ങനെ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്ത് ഈ ക്ലച്ച് പ്ലേറ്റിനെ ഈ ഫ്ലൈ വീലിലോട്ട് ചേർത്ത് പിടിക്കും, പുഷ് ചെയ്ത് വളരെ നല്ല സഫിഷ്യൻറ്റ് ഫോഴ്സ് കൊടുത്ത്, കാരണം സ്പ്രിങ് എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ സഫിഷ്യൻറ്റ് ഫോഴ്സ് കൊടുത്ത് ഈ ക്ലച്ച് പ്ലേറ്റിനെ ഈ ഫ്ലൈ വീലിലോട്ട് പുഷ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഈ ഫ്ലൈ വീലും ഈ ക്ലച്ച് പ്ലേറ്റും പ്രഷർ പ്ലേറ്റും കൂടി ഇങ്ങനെ പുഷ് ചെയ്ത് ഒറ്റ സോളിഡായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഡ്രൈവിംഗ് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പം ആ സെയിം മോഷൻ തന്നെ, ആ സെയിം സ്പീഡിൽ തന്നെ ഡ്രിവൺ ഷാഫ്റ്റും കൂടെ റൊട്ടേറ്റ് ചെയ്യുന്നത്. കാരണം ഡ്രൈവിംഗ് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഫ്ലൈ വീലും റൊട്ടേറ്റ് ചെയ്യും. ഫ്ലൈ വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പം അതിലോട്ട് പുഷ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ക്ലച്ച് പ്ലേറ്റും അതിൻ്റെ കൂടെ പ്രഷർ പ്ലേറ്റും കൂടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രഷർ പ്ലേറ്റ് ഈ സ്പ്രിങ് ഉപയോഗിച്ച് വളരെ ഹൈ ഫോഴ്സിൽ ക്ലച്ച് പ്ലേറ്റിനെ ഇതിലോട്ട് ഫ്ലൈ വീലിലോട്ട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്ലൈ വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ക്ലച്ച് പ്ലേറ്റും റൊട്ടേറ്റ് ചെയ്യും, പ്രഷർ പ്ലേറ്റും റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ക്ലച്ച് പ്ലേറ്റും പ്രഷർ പ്ലേറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഡ്രിവൺ ഷാഫ്റ്റും റൊട്ടേറ്റ് ചെയ്യും. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെ റൊട്ടേഷൻ ഈ ഡ്രിവൺ ഷാഫ്റ്റുമായിട്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം ക്ലച്ച് പ്ലേറ്റും പ്രഷർ പ്ലേറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഡ്രിവൺ ഷാഫ്റ്റും കൂടെ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ ഡ്രൈവിംഗ് ഷാഫ്റ്റിലുള്ള ആ റോട്ടറി മോഷൻ ഡ്രിവൺ ഷാഫ്റ്റിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ രണ്ട് ഷാഫ്റ്റും തമ്മിൽ ഡയറക്റ്റ് ഒരു കോൺടാക്റ്റ് വരുന്നില്ല. ഇവിടെയൊക്കെ ഗ്യാപ്പാണുള്ളത്, ഡയറക്റ്റ് കോൺടാക്റ്റ് ഒന്നും വരുന്നില്ല. പക്ഷേ ഈ ഫ്ലൈ വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ക്ലച്ച് പ്ലേറ്റും പ്രഷർ പ്ലേറ്റും കൂടെ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ ഡ്രിവൺ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മൂന്ന് പ്ലേറ്റും കൂടെ ജോയിൻ ചെയ്ത് ചേർന്നായിരിക്കും ഇരിക്കുന്നത്. എപ്പോഴാണോ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യേണ്ടത്, ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടത്, ആ സമയത്തായിരിക്കും നമ്മൾ ക്ലച്ച് ചവിട്ടുന്നത്. കാറിലാണെങ്കിൽ നമ്മൾ ക്ലച്ച് ചവിട്ടുന്നു എന്ന് പറയും, ബൈക്കിലാണെങ്കിൽ ക്ലച്ച് പിടിക്കുന്നു എന്ന് പറയും. അതിൻ്റെ ഹാൻഡിൽ പിടിച്ച് വലിക്കുമ്പോൾ ആ ക്ലച്ച് പിടിക്കുന്നു എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ക്ലച്ച് ഇങ്ങനെ ക്ലച്ചിൻ്റെ പെഡൽ ചവിട്ടുന്ന സമയത്ത്, കാറിൻ്റെ കേസിലാണെങ്കിൽ ക്ലച്ച് ചവിട്ടുന്നു എന്ന് പറയും. അങ്ങനെ അതിൻ്റെ ആ പെഡൽ ചവിട്ടുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്പ്രിങ് കയറി കംപ്രസ് ആവും. അങ്ങനെ സ്പ്രിങ് കംപ്രസ് ആവുന്ന സമയത്ത് ഈ പ്രഷർ പ്ലേറ്റ് ഇവിടെ റൈറ്റിലോട്ട് മൂവ് ചെയ്യും, റൈറ്റിലോട്ട് അങ്ങ് റിലീസ് ആവും. കാരണം സ്പ്രിങ് അങ്ങ് കംപ്രസ് ആവുകയാണ്. സ്പ്രിങ് കംപ്രസ് ആകുമ്പം അതിൻ്റെ കൂടെ തന്നെയുള്ള ഈ പ്രഷർ പ്ലേറ്റ് അങ്ങ് റൈറ്റ് സൈഡിലോട്ടൊന്ന് അങ്ങ് റിലീസാവും. അങ്ങനെ റൈറ്റ് സൈഡിലോട്ട് അതൊന്ന് വിഡ്രോ ചെയ്യപ്പോൾ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോട്ടൊന്ന് റിലീസ് ആകുമ്പോൾ ഈ ക്ലച്ച് പ്ലേറ്റും കൂടെ ഫ്രീ ആവും. അല്ലെങ്കിൽ ക്ലച്ച് പ്ലേറ്റിനെ ഈ പ്രഷർ പ്ലേറ്റ് ഉപയോഗിച്ച് ഈ ഫ്ലൈ വീലിലോട്ട് ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ പ്രഷർ പ്ലേറ്റ് പുറകോട്ട്, അതായത് റൈറ്റ് സൈഡിലോട്ടൊന്ന് റിലീസ് ആകുമ്പോൾ റൈറ്റ് സൈഡിലോട്ടൊന്ന് ഫ്രീ ആകുമ്പോൾ ഈ ക്ലച്ച് പ്ലേറ്റും അങ്ങ് ഫ്രീ ആവും. ആവശ്യത്തിന് ഗ്യാപ്പൊക്കെ വരും, ക്ലച്ച് പ്ലേറ്റ് അങ്ങ് ഫ്രീ ആവും. പിന്നെ അങ്ങനെ ഫ്രീ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് പ്രഷർ പ്ലേറ്റ് ഇങ്ങോട്ട് റൈറ്റിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ക്ലച്ച് പ്ലേറ്റ് ഈ ഫ്ലൈ വീലുമായിട്ട് ചേർന്ന് നിൽക്കത്തില്ല, ജോയിൻ ചെയ്ത് നിൽക്കത്തില്ല. കാരണം ജോയിൻ ചെയ്ത് പിടിക്കാൻ ഈ പ്രഷർ പ്ലേറ്റ് ഇല്ല. പ്രഷർ പ്ലേറ്റ് ഉപയോഗിച്ചായിരുന്നു അതിനെ പുഷ് ചെയ്ത് പിടിച്ചുകൊണ്ടിരുന്നത്, ഈ ഫ്ലൈ വീലുമായിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പ്രഷർ പ്ലേറ്റ് അങ്ങ് പുറകിലോട്ട് മാറിയപ്പോൾ, അതായത് പ്രഷർ പ്ലേറ്റ് റൈറ്റ് സൈഡിലോട്ട് അങ്ങ് മൂവ് ചെയ്തപ്പോൾ പിന്നെ ഈ ക്ലച്ച് പ്ലേറ്റ് ഫ്രീ ആയിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്, ഈ ഫ്ലൈ വീലുമായിട്ട് ജോയിൻ ചെയ്തിരിക്കത്തില്ല. അപ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഫ്ലൈ വീൽ ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നാലും ക്ലച്ച് പ്ലേറ്റ് അതിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യത്തില്ല. കാരണം അത് കോൺടാക്റ്റിൽ ഇരിക്കുന്നില്ല, ടച്ച് ചെയ്തിരിക്കുന്നില്ല. അതായത് ഫ്ലൈ വീൽ റൊട്ടേറ്റ് ചെയ്താലും ഈ ക്ലച്ച് പ്ലേറ്റോ പ്രഷർ പ്ലേറ്റോ ആ സമയത്ത് റൊട്ടേറ്റ് ചെയ്യത്തില്ല. കാരണം നമ്മൾ ക്ലച്ച് ഇങ്ങനെ ചവിട്ടുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ സ്പ്രിങ് കംപ്രസ് ആവുകയും അത് കാരണം പ്രഷർ പ്ലേറ്റ് റൈറ്റിലോട്ട് മൂവ് ചെയ്യുകയും ഈ ക്ലച്ച് പ്ലേറ്റ് ഫ്രീ ആവുകയും ചെയ്യും. പിന്നെ ഈ ഫ്ലൈ വീൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നാലും ആ മോഷൻ ഈ ക്ലച്ച് പ്ലേറ്റിലോട്ട് എത്തുന്നില്ല. കാരണം ഇവിടെ ഡയറക്റ്റ് കോൺടാക്റ്റ് ഒന്നും വരുന്നില്ല, ചേർന്ന് നിൽക്കുന്നില്ല, ക്ലച്ച് പ്ലേറ്റ് ഫ്ലൈ വീലായിട്ട് ചേർന്നിരിക്കുന്നില്ല. അപ്പോൾ അത് കാരണം ഈ ഫ്ലൈ വീല് എത്ര ഹൈ സ്പീഡ് റൊട്ടേറ്റ് ചെയ്താലും ക്ലച്ച് പ്ലേറ്റ് ഫ്രീ ആയിട്ട് ടച്ചൊന്നും ഇല്ലാതെ അങ്ങ് ഇരിക്കുന്നു. അപ്പോൾ അതായത് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ക്ലച്ച് പ്ലേറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നില്ല, പ്രഷർ പ്ലേറ്റും റൊട്ടേറ്റ് ചെയ്യുന്നില്ല. അത് കാരണം ഡ്രിവൺ ഷാഫ്റ്റും ആ സമയത്ത് റൊട്ടേറ്റ് ആവുന്നില്ല. അതായത് ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ നിന്നുള്ള പവർ ഡ്രിവൺ ഷാഫ്റ്റിൽ എത്തുന്നില്ല എന്നാണ് അർത്ഥം. അതായത് ക്ലച്ച് ചവിട്ടുന്ന സമയത്ത്, നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന എന്തിനാണ്? ഡ്രൈവിംഗ് ഷാഫ്റ്റ്, അതായത് എഞ്ചിനിൽ നിന്നുള്ള പവർ ഗിയർ ബോക്സിൽ എത്താൻ പാടില്ല. അതായത് ക്ലച്ച് ചവിട്ടുന്ന സമയത്താണ് ഈ ഡ്രൈവിംഗ് ഷാഫ്റ്റും ഡ്രിവൺ ഷാഫ്റ്റിലുള്ള കണക്ഷൻ വിഡ്രോ ചെയ്യുന്നത്. അങ്ങനെ ക്ലച്ച് പെഡൽ ചവിട്ടുന്ന സമയത്ത് ഈ സ്പ്രിങ് കംപ്രസ് ആവുകയും അത് കാരണം പ്രഷർ പ്ലേറ്റ് റൈറ്റിലോട്ട് മൂവ് ചെയ്യും, അതായത് പുറകോട്ട് മൂവ് ചെയ്യും. അത് കാരണം ക്ലച്ച് പ്ലേറ്റ് ഫ്രീ ആവുകയും ചെയ്യും. പിന്നെ ഈ ഫ്ലൈ വീലിൽ നിന്നുള്ള പവർ ഈ ക്ലച്ച് പ്ലേറ്റിലോ പ്രഷർ പ്ലേറ്റിലോ എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ഷാഫ്റ്റിലുള്ള പവർ ഡ്രിവൺ ഷാഫ്റ്റിലോട്ട് എത്തുന്നുമില്ല. അപ്പോൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഇതാണ് സംഭവിക്കുന്നത്. ഇതങ്ങ് വിഡ്രോ ചെയ്യുകയും ഇത് മൂന്ന് പീസായിട്ട് മാറുകയും ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പതുക്കെ ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് ആ സമയത്ത് ഗിയർ നമുക്ക് സ്മൂത്തായിട്ട് ഷിഫ്റ്റ് ചെയ്യാം. കാരണം ഗിയർ ബോക്സിനകത്തുള്ള ഗിയേഴ്സ് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് ഒരു സെറ്റ് ഓഫ് ഗിയേഴ്സിനെ വേറൊരു സെറ്റ് ഓഫ് ഗിയേഴ്സിലോട്ട് കൊണ്ട് ചേർത്ത് കൊടുക്കാം. അത് വളരെ സ്മൂത്തായിട്ട് ആ ഗിയേഴ്സ് തമ്മിൽ അങ്ങ് മെഷ് ആയിക്കോളും.
അതിനുശേഷം ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ആ പെഡലിൽ നിന്ന് കാലെടുക്കും. ക്ലച്ച് പെഡലിൽ നിന്ന് പതുക്കെ കാലെടുക്കുമ്പോഴേക്കും ഈ സ്പ്രിങ് വളരെ സ്ലോ ആയിട്ട് അതിനെ എലോങ്ങേറ്റ് ചെയ്യും, അതായത് സ്ലോ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ സ്ലോ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്താണ് ഈ പ്രഷർ പ്ലേറ്റ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്ത് ക്ലച്ച് പ്ലേറ്റിനെ കൂടെ ചേർത്ത് ഈ ഫ്ലൈ വീലിലോട്ട് ചേർത്ത് പിടിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ഡ്രൈവിംഗ് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ തന്നെ ഡ്രിവൺ ഷാഫ്റ്റും റൊട്ടേറ്റ് ആകും. കാരണം സിംഗിൾ പീസായിട്ടിരിക്കുകയാണ്, രണ്ട് പ്രഷർ പ്ലേറ്റ് ഉപയോഗിച്ച് ക്ലച്ച് പ്ലേറ്റിനെ ഈ ഫ്ലൈ വീലുമായിട്ട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്ലൈ വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പം ആ സെയിം റൊട്ടേഷൻ ഡ്രിവൺ ഷാഫ്റ്റിലോട്ട് എത്തും. അപ്പോൾ ഇതാണ് ഈ ക്ലച്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെ വർക്കിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ഫിഗർ വരയ്ക്കുക, സിമ്പിൾ സെൻറ്റൻസിൽ ഞാൻ ഈ പറഞ്ഞ വർക്കിംഗ് ഒന്ന് എഴുതുക, ആ നോട്ട്സ് ഞാൻ തരാം. അപ്പോൾ ഇതാണ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും, എസ്പെഷ്യലി ഫിഗർ കാണുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തന്നെ തോന്നും, എന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഈ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ക്ലച്ച് ചവിട്ടുന്നത്. അതായത് ക്ലച്ച് ചവിട്ടി നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നടക്കുന്നത് ഈ കാര്യങ്ങളെല്ലാമാണ്. ഇതാണ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്. ഇതാണ് അതിൻ്റെ ഈ പ്ലേറ്റ് ക്ലച്ച് അല്ലെങ്കിൽ ക്ലച്ച് പ്ലേറ്റ് എന്ന് പറയുന്ന ആ കമ്പോണൻ്റെ ഫോട്ടോ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഈ നടുക്ക് വരുന്ന ക്ലച്ച് പ്ലേറ്റ് എന്ന് പറയുന്നത്. അതാണ് പ്ലേറ്റ് ക്ലച്ച് അല്ലെങ്കിൽ ക്ലച്ച് പ്ലേറ്റ് എന്ന് പറയുന്ന പോർഷനാണ്. ഈ കാണുന്നതാണ് വളരെ ഹൈ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് കൂടിയ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത് മേ ബി ലെതർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാബ്രിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആയിരിക്കും. ഇതെന്ന് പറയുന്ന ഹൈ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയലാണ് ഈ സർഫസിലുള്ളത്. ഇത് ക്ലച്ച് ഒരുപാട് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും ഇത് ചിലപ്പോൾ തേഞ്ഞ് ഇല്ലാണ്ടാവും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ക്ലച്ച് റീപ്ലേസ് ചെയ്യുന്നത്. അത് ഒരുപാട് വണ്ടി ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും ഇത് പതുക്കെ തേഞ്ഞ് ഇല്ലാതാവുന്നത്. പുതിയ വണ്ടിയൊന്നും അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് പ്ലേറ്റ് ക്ലച്ച് അല്ലെങ്കിൽ ക്ലച്ച് പ്ലേറ്റ് എന്ന് പറയുന്ന ആ കമ്പോണൻ്റ് ഫോട്ടോ. ഇതാണ് ഫ്ലൈ വീൽ എന്ന് പറയുന്ന കമ്പോണൻ്റ്. ഇത് ഓരോന്നും ഓരോ ഷേപ്പിലൊക്കെ ആയിരിക്കും. സാധാരണ ബേസിക്കലി ഫ്ലൈ വീൽ എന്ന് പറയുന്ന ഒരു ഡിസ്ക് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഫ്ലൈ വീൽ എന്ന് പറയുന്ന കമ്പോണൻ്റ്. ഇത് പ്രഷർ പ്ലേറ്റ് എന്ന് പറയുന്ന കമ്പോണൻ്റ്. ഇതിൻ്റെ അകത്ത് സ്പ്രിങ് ഒക്കെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. അതിൻ്റെ അകത്ത് സ്പ്രിങ് ഒക്കെ ഉണ്ട്. ആ സ്പ്രിങ് ഉപയോഗിച്ചാണ് ഈ ക്ലച്ച് പ്ലേറ്റിനെ ഫ്ലൈ വീലുമായിട്ട് ചേർത്ത് പിടിക്കുന്നത്. അപ്പോൾ ആ ഒരു കമ്പോണൻ്റാണ് പ്രഷർ പ്ലേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫോട്ടോ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ 6th 6th മോഡ്യൂളിലെ പോർഷൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.